2025 ജെഇ മെയിൻസ് എക്സാമിനേഷൻ ഫസ്റ്റ് ഫേസിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. സൈലത്തിൻ്റെ ജെഇ ക്യാമ്പസിൽ പഠിച്ച കുട്ടികൾ, നല്ല സ്കോർ കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. നമുക്ക് അവരോട് തന്നെ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഷബാസ് മുഹമ്മദാണ്. ഷബാസ് സൈലത്തിലെ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഷബാസ് 2 വർഷക്കാലം +2 ഓഫ്ലൈനിൽ പഠിച്ചതാണ് അല്ലേ? ഇവിടെ വന്നിട്ട് പുതിയൊരു സിസ്റ്റമാണ് ഷബാസിന് മുന്നിലേക്ക് സൈലം എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? ആ സിസ്റ്റം ഏതായിരുന്നു? ഹൈബ്രിഡ് സിസ്റ്റം. ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച്, ആ ഹൈബ്രിഡ് സിസ്റ്റം ഷബാസിനെ ജെഇ മെയിൻസ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ഹെൽപ്ഫുൾ ആയത് ഈ ഹൈബ്രിഡ് സിസ്റ്റം? അത് നമ്മൾ ഒരു ദിവസം ഓൺലൈനായി പഠിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ സാറുമാരുടെ നല്ല ലെവലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായി തോന്നി. അങ്ങനെ അന്ന് തന്നെ എക്സാം ഉണ്ടാവും, ഡെയിലി ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ നല്ല രീതിയിൽ തറവാകും. അപ്പം പിന്നെ സാറുമാരാണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും അത്ര അടിപൊളിയായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ സൈലം എന്ന് പറയുന്ന സ്ഥാപനം ജെഇ മെയിൻസ് എന്ന് പറയുന്ന വലിയൊരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുടെ മുന്നിലേക്ക് അല്ല, നിങ്ങൾക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ മെറ്റീരിയൽസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ ഹെൽപ്ഫുൾ ആയത്? എന്താണ് മെറ്റീരിയലിൻ്റെ കണ്ടന്റ് വൈസ് നോക്കുന്ന സമയത്ത് ഷബാസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? മെറ്റീരിയൽ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ നമുക്ക് ഓരോ ടോപ്പിക്കിനടിയിൽ തന്നെ ജെഇ ലെവലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ അടിയിൽ തന്നെ ഉണ്ടാവും. അത് ഓൺലൈനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓഫ്ലൈനായിട്ട് കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു അല്ലേ നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്? മാത്സിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ, ഒരു പ്രീമിയം ലെവലിൽ തന്നെയുള്ള മെറ്റീരിയൽ ആയിരുന്നു അല്ലേ? ഓക്കെ, എല്ലാ ലെവലിലും ജെഇ ലെവൽ, കീം, എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ. ഓക്കെ, അതായത് ചെറിയ ലെവൽ മുതൽ അല്ലേ ഒരു ഹൈ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ കോൺസെപ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ് സൈലത്തിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ പഠിച്ചുപോയി ഷബാസ് അല്ലേ? ഈ എക്സാമിനേഷനും ആ മെറ്റീരിയൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഷബാസിന് എന്ത് പറയാൻ കഴിയും? ഈ മെറ്റീരിയൽ മാത്രം പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽ പഠിച്ചാൽ മതി അല്ലേ? ആ മെറ്റീരിയൽ പഠിച്ചാൽ തന്നെ അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വന്നിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ സീരീസിലും ഒക്കെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് അതിൽ റിപ്പീറ്റ് ചെയ്ത് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു പ്രീമിയം എക്സാമിനേഷനാണ് അല്ലേ? അതിൻ്റേതായ കുറേ പ്രയാസങ്ങളും യാതനകളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഒരു 6 മാസക്കാലം കൊണ്ടാണ് 99.29 എന്ന് പറയുന്ന ഒരു ഗോൾഡൻ നമ്പറിലേക്ക് ഷബാസ് നടന്നു കയറിയത് അല്ലേ? അപ്പോൾ ഈ ഒരു നാൾ വഴികളിൽ ഷബാസ് അനുഭവിച്ച കുറേ പ്രയാസങ്ങൾ ഉണ്ടാവും പഠിക്കുന്ന സമയത്ത് അല്ലേ? ഇപ്പോൾ ഇവിടെ സൈലം എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെയാണ് നിങ്ങളെ ചേർത്ത് നിർത്തിയത്? നിങ്ങൾ ഈ ഒരു പ്രയാസങ്ങൾ, നിങ്ങളിപ്പം മാനസികമായിട്ട് പ്രയാസപ്പെടും അല്ലേ? ഇത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു പ്രയാസം വരും അല്ലേ? ചില കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മനസ്സിലാവാത്തൊരു ചെറിയ പ്രയാസം വരാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് സൈലം എന്ന് പറയുന്ന നമ്മളുടെ സ്ഥാപനം നിങ്ങളെ ചേർത്ത് നിർത്തിയത്? അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ ആഗ്രഹം. മനസ്സിലാവാത്ത കാര്യങ്ങൾ പ്രശ്നമില്ല. നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പോയി ആരായാലും നമുക്ക് നല്ലൊരു സാറായാൽ പോലും എല്ലാ സാറുമാരും നമുക്ക് നല്ല വൃത്തി തന്നെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ സാധാരണ ഉണ്ടാകുന്ന സ്ട്രെസ് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. സാറുമാരുടെ അടുത്ത് വന്ന് പറയുമ്പം ഒരുപാട് സുഖം ഉണ്ടാറുണ്ട്, നല്ല ആശ്വാസം ഉണ്ടാകും. അപ്പം അവര് ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെ ചെയ്യണം അല്ലെ? അങ്ങനെ ഒരു നമ്മൾ പകച്ചു നിൽക്കുന്ന സമയത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ ഗൈഡൻസ് ഷബാസിന് നമ്മളെ ക്യാമ്പസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ഷബാസെ, നമ്മൾ ഒരു വലിയൊരു എക്സാമിനേഷൻ എഴുതുവാണ് അല്ലേ? അപ്പോൾ ഒരു എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ ബോർഡ് എക്സാമിനേഷന് നമ്മൾ പരിചയിച്ച ഒരു ശീലങ്ങളോ മെത്തേഡുകളോ ഒന്നും ഈ എൻട്രൻസ് എക്സാമിനേഷന് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ എക്സാമിനേഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ, അതും ചെറിയൊരു എൻട്രൻസ് എക്സാമിനേഷൻ അല്ല അല്ലേ? നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഒരു എക്സാമിനേഷനാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ആ ഒരു എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് തന്നെ ആ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ എക്സാമിനേഷൻ ഒരുക്കം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയുണ്ട് അല്ലേ? എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം അല്ലേ? അതിന് ആ എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങളെ ഈ സൈലം എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു എക്സാമിനേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്നത്? നമുക്ക് ഇപ്പം തന്നെ ഡെയിലി ടെസ്റ്റ്, ചാപ്റ്റർ വൈസ് എക്സാം, അതേപോലെ LMRP തന്നെ നമ്മൾ 10ഓളം മൊഡ്യൂൾ എക്സാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ നമ്മൾ ഫിസിക്സ് വല്ലയുടെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്, പിന്നെ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ ഒരുപാട് എക്സാം ഒരുപാട് GAB നമ്മൾ ഒരു എക്സാം നമുക്ക് എഴുതി ശീലമാവും.
അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി അതൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എക്സാമിനേഷൻ എഴുതിയിട്ട് ആ എക്സാമിനേഷന് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യും, കുറേശ്ശെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? കൂളായിട്ട് ചെയ്ത് വരാം. ഓക്കെ ഓക്കെ. അപ്പൊ ഷബാസ് എല്ലാ എക്സാമിനേഷനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് അല്ലെ, നന്നായിട്ട് സ്കോർ ചെയ്ത സ്റ്റുഡൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ജെഇ മെയിൻസ് എക്സാമിനേഷന് ഷബാസിന് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളെ GIB എക്സാമിനേഷൻ, ആ GIB എക്സാമിനേഷൻ ആക്ച്വലി എന്തായിരുന്നു? ആ GIB എക്സാമിനേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമുക്ക് ആ സെൻറ്ററിൽ നമ്മൾ ജെഇ എഴുതാവുന്ന സെൻറ്ററിൽ ഒരു വട്ടം പോയി എഴുതാനും പിന്നെ ആ ലെവൽ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതേ അറ്റ്മോസ്ഫിയറും അല്ലേ, അതേ അറ്റ്മോസ്ഫിയറും അല്ലേ, അതേ ലെവൽ എക്സാമിനേഷൻ കുറെ ആൾക്ക് നമ്മൾ എഴുതിയ സെന്ററിൽ തന്നെ എക്സാം കിട്ടി. അപ്പൊ ഒരു എക്സാമിനേഷൻ സെന്ററിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു പ്രയാസങ്ങളൊന്നും അപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ. മുഹമ്മദ് ഷബാസ് വെസ്റ്റ് ഹിൽ ക്യാമ്പസിലെ റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ആളാണ്. വളരെ നന്നായിട്ട് എക്സാമിനേഷനൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. അതിലുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തു പോയ ഒരാളാണ് ഷബാസ്. ആ എക്സാമിനേഷൻ പാറ്റേണിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയ ആളുകളിൽ ഒരാളാണ് ഷബാസ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആകെ ഒരു 6 മാസക്കാലം കൊണ്ട് 99.29 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് ഷബാസ് എത്തി. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷബാസിന് ഇനി അടുത്തൊരു ഫേസിന് പ്രിപ്പയർ ചെയ്യുന്ന ഷബാസിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ, അല്ലാതെ വേറെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് ഷബാസിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് എല്ലാവർക്കും ഓരോ വീക്ക് പോയിന്റ് ഉണ്ടാവും. ആ വീക്ക് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് അതിൽ 2-3 ടഫ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ട് റിവിഷന് പകരം ആ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കുറച്ചുകൂടി കൺസെപ്റ്റ് സ്ട്രോങ് ആവും. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ ഒരു 10 ഡേയ്സ് കൂടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയും നോക്കുക. നമ്മൾ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അത് ഒന്നുകൂടി നോക്കുക, സൊല്യൂഷനൊക്കെ നോക്കി ചെയ്യുക. പിന്നെ നമ്മൾ അതിൽ തറവായിക്കോളും. ഓക്കെ. അപ്പോൾ ഇനി അഡ്വാൻസ്ഡ് ആണ് ഷബാസിന് മുന്നിലുള്ളത് അല്ലേ? അപ്പോൾ അഡ്വാൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് നല്ല ഒരു IIT തന്നെ നല്ല ഒരു കോഴ്സിന് ഷബാസ് ആഗ്രഹിക്കുന്നത്. ഷബാസ് ഏത് കോഴ്സിന് ജോയിൻ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? ഇലക്ട്രിക്കൽ. ഓക്കെ. ഷബാസിൻ്റെ ആഗ്രഹം എന്താണോ അങ്ങനെയുള്ള ഒരു IITയിൽ തന്നെ ഷബാസ് ആഗ്രഹിക്കുന്ന കോഴ്സ് തന്നെ ഷബാസിന് അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അഡ്വാൻസ് നമുക്ക് അടിപൊളിയാക്കാം.